നമസ്കാരം. ഇന്നത്തെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അഥവാ പ്രപഞ്ച ശക്തിയുടെ യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണ് എന്ന് നോക്കാം. നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും എന്തെല്ലാം മാറ്റങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് എന്നും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ പൂർണ്ണമായും ഏവരും കാണുവാൻ ശ്രമിക്കുക. അതേപോലെ ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമൊക്കെയായി മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുവാനായി ഏവരും ശ്രമിക്കുക. ഏതൊരു കാര്യത്തിലും സന്തോഷം കണ്ടെത്താനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ കഴിയാതെ തീർത്തും വളരെയധികം വിഷമകരമായ സാഹചര്യത്തിലൂടെ തകർന്നിരിക്കുന്നതായ വ്യക്തികളുടെ എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിൽ പലരും അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്തതിലുള്ള നിരാശ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിഷമകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും അത്തരം കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ പലർക്കും അത്തരത്തിലൊരു സങ്കടം തന്നെയാണ് ഉള്ളത്. നിങ്ങളുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്നേഹബന്ധവുമൊക്കെയായി അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പലർക്കും ഉള്ളത് എന്നും കാണുവാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമാകാം. എന്തായാലും നിങ്ങൾക്ക് ചുറ്റും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലുമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതെല്ലാം കണ്ടെത്താനോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാനോ അനുഭവിക്കാനോ സാധിച്ചിട്ടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ കടന്ന് വന്നിട്ടുള്ളതായ സാഹചര്യങ്ങൾ വളരെയധികം പ്രയാസങ്ങളോ അല്ലെങ്കിൽ വെല്ലുവിളികളോ നിറഞ്ഞതായ സാഹചര്യങ്ങളാണ് എന്നും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാനായി പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഇതിൻ്റെയെല്ലാം പ്രധാനപ്പെട്ടതായ കാര്യം നിങ്ങളുടെ പ്രാർത്ഥന, ആത്മവിശ്വാസം തന്നെയായിരിക്കാം മുന്നോട്ട് വരാനായി നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ തന്നെയാകാം. ഈ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ജീവിതത്തിൽ ഏതോ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ശുഭകരമായ തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് മനസ്സിൽ എന്തെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിനെയെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്യുവാനും അവിടെ നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്നതായ ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് മനസ്സിനെ നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ഉണർത്തണം. അല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിച്ച് സന്തോഷത്തോടെ തന്നെ മനസ്സിനെ നിലനിർത്തണം എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെയായി ശ്രമിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള സന്ദേശം ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് നൽകുന്നുമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ സ്വയം തയ്യാറാകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സ് വയ്ക്കണം എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത്തരം കാര്യങ്ങൾ വന്നു ചേരുന്നു എങ്കിൽ അതിനെയെല്ലാം അതിജീവിക്കുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് അതിന് സാധിക്കും. അത്തരത്തിലുള്ള എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും. അത്തരം ചില കാര്യങ്ങൾ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതിഫലം പോലും നിങ്ങൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ സഹായങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് നൽകുന്നവരാണ് എന്നും ഇപ്പോഴും അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ തുടരുന്നുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വിഷമകരമായ ഒരു സമയം വരുമ്പോൾ വിഷമഘട്ടത്തിൽ പലരും അത്തരത്തിൽ മുന്നോട്ട് വരികയോ സഹായം നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു.
പക്ഷെ അതിനൊന്നും പരിഭവമോ പരാതിയോ നിങ്ങൾ പരസ്യമായി പറയണം എന്നില്ല. എന്നാൽ മനസ്സിൽ ഒരു വിഷമമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ളതായ നല്ല പ്രവൃത്തികളിൽ നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു പിന്തുണയോ അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ വാക്കോ പലപ്പോഴും കേൾക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി, പ്രപഞ്ച ശക്തി നിങ്ങൾ ചെയ്ത് നൽകുന്നതായ ആ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈശ്വരൻ തന്നെ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അത് നിങ്ങൾ തുടരുക എന്നുള്ളതാണ്. അതായത് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ഫലം തീർച്ചയായും പ്രപഞ്ചം നിങ്ങളുടെ മുൻപിൽ എത്തിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതുപോലെ തന്നെ തടസ്സങ്ങൾ മൂലം നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായി വരികയോ അല്ലെങ്കിൽ നിർത്തിവയ്ക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ ഒരു തുടക്കമുണ്ടാകാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങളിൽ പുതിയൊരു തുടക്കം സംഭവിക്കാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. വീണ്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ ഒരു സാഹചര്യം, അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടുമാകാം. തൊഴിൽപരമോ ബിസിനസ് പരമോ മറ്റു കാര്യങ്ങളോ ആകാം. അത്തരം ചില സാഹചര്യങ്ങൾ അനുകൂലമാകും. അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അത് നിങ്ങൾക്ക് പല വിധത്തിലും പുരോഗതി അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളാണ് എങ്കിലും നൽകും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ധാരാളമായ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ആത്മവിശ്വാസം ശരിയായി തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആത്മവിശ്വാസം ഉണ്ടായിരുന്നാൽ പോലും ചില കാര്യങ്ങൾ തെറ്റായി തന്നെ തീരുമാനങ്ങൾ എടുക്കാം. അത് പാടുള്ളതല്ല. അതിനാൽ ശരിയായ കാര്യങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇവിടെ നിങ്ങളിലേക്ക് ഒരു മനോബലം, ധൈര്യം, ഇത്തരം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായി കാണുവാൻ സാധിക്കുന്നു. അതായത് നിങ്ങളിൽ പല ആളുകൾക്കും ഒരു പക്ഷേ ദുർബലരായുള്ള വ്യക്തികളായിരിക്കാം. മനസ്സിൽ പെട്ടെന്ന് വിഷമമോ പല കാര്യങ്ങളും താങ്ങുവാൻ പെട്ടെന്ന് സാധിക്കാത്തതായ വ്യക്തികൾ ആയിരിക്കാം എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ചെറിയ ദുഃഖങ്ങളിൽ പോലും വല്ലാതെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത്തരം ചില വ്യക്തികളുടെ എനർജിയും കാണുവാൻ സാധിക്കുന്നു. അതിനാൽ അത്തരം വ്യക്തികളും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. ചെറിയ എന്തെങ്കിലും ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അതേക്കുറിച്ച് ചിന്തിച്ച് മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന, ഉറക്കം പോലും നഷ്ടമായി തീരുന്ന അത്തരത്തിലുള്ള ചില പ്രകൃതക്കാരായിരിക്കാം നിങ്ങളിൽ ചിലർ എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിൽ പല ആളുകളിലും അത്തരമൊരു എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുണ്ട്. എന്തിനേയും സഹിക്കാനും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളാനും നേരിടുവാനും ആ ഒരു മനോബലം, തൻ്റെ ഇടം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിലും പലപ്പോഴും നിങ്ങൾക്കതിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ വളരെയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോരാടി നിൽക്കുന്നതായ ഒരു സാഹചര്യമുണ്ട്. അത്തരം ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അത് തൊഴിൽപരമോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ, സുഹൃത്തുക്കൾ ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ആകുവാനുള്ള സാധ്യതകളുമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ വളരെയധികം എതിർത്ത് നിൽക്കുന്നവരുടെ, പോരാടി നിൽക്കുന്നവരെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത് എന്ന് കാണുന്നു. അവർക്ക് മുൻപിൽ പരാജയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഭയം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളെ വിട്ടു പോകുവാനുള്ള സാഹചര്യങ്ങൾ, അതായത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. അവരുടെ ഒരു ആഗ്രഹം, താല്പര്യമൊക്കെ കുറഞ്ഞു വരുന്ന എനർജിയും കാണുവാനായി സാധിക്കുന്നു. അതായത് നിങ്ങളെ കൂടുതലായി ഉപദ്രവിക്കണം, അത്തരം ചില ചിന്തകൾ അവരിൽ കുറഞ്ഞു വരുന്നതായി കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളിലേക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹം, ദൈവകൃപ വന്നു ചേരുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി തന്നെ നിങ്ങൾ മാറുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിൽ പലർക്കും ആഗ്രഹ സഫലീകരണം സംഭവിക്കാൻ പോകുന്നു എന്നും
ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഇവിടെ തീർച്ചയായും പ്രപഞ്ചശക്തി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചടികളിൽ തളരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. നെഗറ്റീവായ ചിന്തകളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും എന്നും കാണുന്നു. അതിനാൽ പോസിറ്റീവായ ചിന്തകൾ നിറച്ച് വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകേണ്ടത് അനിവാര്യമാകുന്നു.